ഹലോ, ഞാൻ ഷാന. ഞാനൊരു ലോൺ സ്റ്റുഡൻ്റാണ്. വീട് വരുന്നത് പാലക്കാടാണ്. അപ്പോൾ ഞാൻ ഡിഗ്രി ബികോം ആണ് ചെയ്തിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ലോൺ വേസിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബികോം ആയിരുന്നു സബ്ജക്റ്റ്, ഉണ്ടായിരുന്നത് ബികോം ആയിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് MBA ആണ് ഇഗ്നോയിൽ. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് പിന്നെ ബികോം പെട്ടെന്ന് എൻ്റെ തീരുമാനം തന്നെയായിരുന്നു. ബികോം എടുക്കുക എന്നുള്ള ഒരു നല്ല ഓപ്ഷനാണ്. അങ്ങനെ ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ബികോമിന് ശേഷം എനിക്ക് എന്താ എടുക്കേണ്ടത് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാൻ 2 മാസത്തോളം ഞാൻ ഭയങ്കര കുറേ ഇൻ്റർനെറ്റും കുറേ എല്ലാ സൈറ്റിലും കയറി തപ്പിയിട്ട് എനിക്ക് എന്താ എടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഓരോ കോഴ്സ് നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഫുൾ കൺഫ്യൂഷനായി. അങ്ങനെയാണ് പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അൻസാറിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇഗ്നോയുടെ സെൻറ്റർ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കുട്ടികളൊക്കെ എക്സാം എഴുതാൻ വേണ്ടി വരുമ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചിരുന്നു, നിങ്ങളെന്താ ഇങ്ങനെ എടുത്തിക്കണ, കാരണം എന്താ? അപ്പോൾ ചിലവർ പറയും ഞങ്ങൾക്ക് വർക്ക് ഉണ്ട്, അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ടൈം ഇല്ലാത്തതുകൊണ്ട് എടുത്തിക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു ഇഗ്നോ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത് കോളേജിൽ നിന്നാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് തപ്പിയപ്പോഴാണ് എല്ലാവരും പറഞ്ഞു ഇഗ്നോ യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ നല്ലതാണ് പറഞ്ഞു. പക്ഷേ എല്ലാവരും പറഞ്ഞത് കുറച്ച് ടഫാണ് പഠിക്കാൻ, നമുക്ക് വേറെ ഹെൽപ്പൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇഗ്നോയിൽ എങ്ങനെ ജോയിൻ ചെയ്തത്. MBA എടുക്കണം എന്നുള്ള ഒരു MCOM ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ MBA ആണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് ഞാൻ എല്ലാത്തിനും തപ്പിയപ്പോൾ മനസ്സിലായത്. MBA ആണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ടഫായി തോന്നി. പഠിച്ചവനെ എങ്ങനെ പഠിച്ചെടുക്കുക, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തപ്പിയപ്പോഴാണ് ലേൺവൈസിനെ കുറിച്ചിട്ട് അറിയണം. ലേൺവൈസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റത്തെ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റർഷിപ്പ് ഇല്ലാതെ ഇരുന്ന് ജോയിൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊരു ഇടങ്ങറായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് വല്ലാണ്ട് ഞാൻ കേരള ഓർമ്മയിലാണ് സ്റ്റഡി സെൻറ്റർ. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ക്ലാസ്സും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതാണ് മെയിനായിട്ട് ഞാൻ ലേൺവൈസ് എടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ക്ലാസ്സൊന്നും നമുക്കൊന്നും ഇല്ലാതെ നമുക്ക് പഠിക്കാൻ വയ്ക്കില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ലേൺവൈസിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റത്തെ ഇയർ ഇതുപോലെ ഒരു കാര്യം ഒന്നും നമുക്ക് അപ്ഡേഷൻസ് ഉണ്ടാവും, പക്ഷെ എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെ തുടങ്ങുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് സെമ്മിൽ ആകെ ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ 2 സബ്ജക്റ്റോടെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതൊക്കെ ഭയങ്കര ടഫ് ആയിരുന്നു. കാരണം നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിലും നമുക്ക് എക്സാം എഴുതാനുള്ള ഒരു ഇതെങ്ങനെയെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യവശാൽ പാസ്സായി. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഉറപ്പിച്ചു, എന്തായാലും ജോയിൻ ചെയ്ത്, മെൻറ്റർഷിപ്പ് ഇല്ലാതെ ജോയിൻ ചെയ്ത്. ഇനി അടുത്ത പ്രാവശ്യം ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും മെൻറ്റർഷിപ്പ് എടുത്തിട്ട് തന്നെ ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ള ഞാൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി. സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ കനിഷ മാമിനെ കിട്ടിയ മാം അടിപൊളിയാണ്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട്സ് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും. നമുക്ക് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും അപ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഞാൻ ആളായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ സ്റ്റഡീസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയിട്ട് വന്നപ്പോൾ കുറച്ചും കൂടി എനിക്ക് എളുപ്പം തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഇയർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയിട്ട് വന്നപ്പോൾ പഠിക്കാനാണെങ്കിലും നമുക്ക് അപ്പോൾ ആരോടെങ്കിലും ചോദിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു ഇത്. മറ്റേത് പറയുമ്പോൾ എന്താ ചെയ്യുക, ആരോടാ ചോദിക്കുക എന്നുള്ള മെൻറ്റർഷിപ്പ് ഇല്ലാതെ ഇപ്പോൾ ഭയങ്കര ഇടങ്ങാറായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചോദിക്കാം, അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവാം. അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. പിന്നെ ഞാൻ ലൈഫിൽ ഇനിയിപ്പോൾ അക്കൗണ്ടൻറ്റ് എന്നുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കണത്. പക്ഷേ HR ആണ് എടുത്തിക്കണത്. HR ഒരു ജോബ് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സെമ്മും കൂടെ ഉള്ളൂ. ഞാനിപ്പോൾ ജൂണിൽ എക്സാം എഴുതുന്നുണ്ട്. ഡിസംബറിനും കൂടി കഴിഞ്ഞാൽ ഫിനിഷായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്, എക്സ്പീരിയൻസ് ആയിട്ട്. കാരണം പിന്നെ അബ്രോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഓപ്ഷൻസ് ആണ് എടുക്കുന്നത്. HR നല്ല ജോലി കിട്ടണം. ആദ്യം അക്കൗണ്ടിൻ്റെ ഇരുന്ന് പിന്നെ ഞാൻ HR എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തത്. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ.